ഞാനിപ്പോൾ നിൽക്കുന്നത് പാറശാല സ്റ്റേഷന് അടുത്തായിട്ടുള്ള നമ്മുടെ പാലത്തിൻ്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ കാണാം നമ്മുടെ ഡബിളിങ്ങിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെ ട്രഷറി ആയിരുന്നു ഈ ബിൽഡിങ്. അതിന് മുന്നേ ഇപ്പുറത്തൊരു പഞ്ചായത്ത് ഓഫീസ് എന്തോ ബിൽഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി സ്ഥാപിച്ച് ഇപ്പോൾ ആ കെട്ടിടങ്ങളൊക്കെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ദൃശ്യം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് വീഡിയോ എടുത്തത്. പിന്നെ നമുക്ക് സ്റ്റേഷൻ്റെ അടുത്ത് നടക്കുന്ന വർക്കുകളെ പറ്റിയും കൂടെ ഒന്ന് കാണാം. ഇത് ഞാൻ നേരത്തെ നിന്ന സ്ഥലത്തിൻ്റെ ഇപ്പുറത്തെ സൈഡാണ്. ഇവിടെയും സ്ഥലം ഏറ്റെടുത്ത് വീടുകളൊക്കെ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. ആ കാണുന്ന റോഡ് സ്റ്റേഷനിലേക്ക് പോകുന്നതാണ്. നടന്നു പോകാം, സ്കൂട്ടറിൽ പോകുന്നവരുണ്ട്, കാറുകളും അങ്ങോട്ട് പോകാറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയും ഏറ്റെടുത്ത സ്ഥലത്ത് വീടുകളൊക്കെ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. പാറശാല സ്റ്റേഷനിലേക്ക് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു കാഴ്ചയും കൂടെ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെയൊക്കെ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ഡബിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വർക്കായിരിക്കണം. സ്ഥലമൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ച് മരങ്ങളൊക്കെ മുതലാളിമാർ തന്നെയാണെന്ന് തോന്നുന്നു, പഴയ ഓണേഴ്സ് തന്നെയാണെന്ന് തോന്നുന്നു, കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പുതിയ അതിരുകളൊക്കെ നിശ്ചയിച്ച് മതിലുകളൊക്കെ കെട്ടി തുടങ്ങി, ഗേറ്റുകളൊക്കെ വെച്ച് തുടങ്ങി. ഇവിടെ എനിക്ക് തോന്നുന്നത് പാലം വലുതാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഈ സ്ഥലം എടുക്കുന്നത്. നിലവിൽ ഒരു ട്രാക്ക് മാത്രമാണ് പാലത്തിൻ്റെ അടിയിലുള്ളത്. അവിടെയായിട്ടാണ് പാലം വരുന്നത്, മുന്നിലായിട്ടാണ് പാലം വരുന്നത്. അപ്പോൾ ആ പാലം പുതുക്കി പണിയാൻ വേണ്ടിയായിരിക്കണം ഇവിടെ സ്ഥലം എടുക്കുന്നത്. കന്യാകുമാരി പോകുന്ന പുനലൂർ എന്നുള്ള എക്സ്പ്രസിൻ്റെ ആദ്യത്തെ ഓട്ടം കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നിലവിൽ പാറശാല സ്റ്റേഷനിലാണ്. വണ്ടി ഇപ്പോൾ പാറശാല സ്റ്റേഷനിലോട്ട് കടന്നു വരും. നമുക്ക് കുറച്ച് മുന്നോട്ട് നിൽക്കേണ്ടതായിട്ടുണ്ട്, കാരണം കോച്ചസ് വളരെ കുറവാണ് ഈ വണ്ടിക്ക്. വണ്ടി അതാ ദൂരെ വരുന്നുണ്ട്. നമുക്ക് കുറച്ച് മുന്നോട്ട് പോകണം. വണ്ടി കയറിയിട്ട് ബാക്കി വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി പാറശാല സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഉടനെ തന്നെ കേരളം ബോർഡർ ക്രോസ് ചെയ്യുന്നതാണ്. അപ്പുറത്തെ സൈഡിലായിട്ടാണ് നമ്മുടെ വെൽക്കം ടു തമിഴ്നാട് ബോർഡുള്ളത്. ഈ ഒരു വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ പണ്ട് ഇത് കന്യാകുമാരിക്ക് തന്നെ ഓടിയിരുന്ന വണ്ടിയാണ്. നമ്മുടെ കൊറോണയ്ക്ക് ശേഷം തുടങ്ങിയപ്പോഴാണ് അവർ പുതിയൊരു റേക്ക് ഷെയറിംഗ് സംവിധാനം കൊണ്ടുവന്നിട്ട് തിരുനെൽവേലി നാഗർകോവിൽ വണ്ടിയായിട്ട് റേക്ക് ഷെയറിംഗ് ആക്കി. എന്നിട്ട് വണ്ടി ഓടിയിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തിരുനെൽവേലിയിൽ നിന്ന് ഒരു പാസഞ്ചറായിട്ട് നാഗർകോവിൽ എത്തുന്നു രാവിലെ. അതിനുശേഷം ആ റേക്ക് നാഗർകോവിലിൽ നിന്ന് കന്യാകുമാരി പോകുന്നു. കന്യാകുമാരിയിൽ നിന്ന് ആ റേക്ക് ഉച്ച കഴിഞ്ഞിട്ട് പുനലൂർക്ക് പോകുന്നു. അടുത്ത ദിവസം രാവിലെ പുനലൂരിൽ നിന്ന് നാഗർകോവിൽ വരുന്നു. ആ ദിവസം വൈകിട്ട് അത് നാഗർകോവിലിൽ നിന്ന് തിരുനെൽവേലി പാസഞ്ചറായിട്ട് പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ പുനലൂരിൽ നിന്നുള്ളവർക്ക് ഒരു കന്യാകുമാരി കണക്ഷൻ വണ്ടി നഷ്ടപ്പെട്ടിരുന്നു. പിന്നെ നാഗർകോവിലിൽ ഇപ്പോൾ പ്ലാറ്റ്ഫോമിൻ്റെയൊക്കെ വർക്ക് നടക്കുകയാണ്. 4-5 പ്ലാറ്റ്ഫോമുകളുടെ വർക്ക് നടക്കുന്നത് കാരണം അവിടെ സ്റ്റേബിളിംഗ് ലൈനുകളുടെ കുറവുണ്ട്. സോ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഈ റേക്ക് അവിടെ പകൽ കിടക്കുന്ന അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറി. അതുകൊണ്ട് 6 മാസത്തേക്ക് താൽക്കാലികമായിട്ടാണ് നിലവിൽ ഈ വണ്ടീനെ കന്യാകുമാരി വരെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം ഈ വണ്ടി ഓടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരുനെൽവേലിയിൽ നിന്ന് നേരെ കന്യാകുമാരിയിൽ നിന്ന് പുനലൂർ,
പുനലൂരിൽ നിന്ന് തിരിച്ച് കന്യാകുമാരിയിൽ നിന്ന് തിരുനെൽവേലി. അപ്പോൾ 2 ദിവസം കൊണ്ട് എൻ്റെ റൈഡ് ഷെയറിങ് പൂർത്തിയായിട്ട് അത് മെയിൻ്റനൻസിന് പോകും. മെയിൻ്റനൻസ് ഉണ്ടാവില്ല, കാരണം കുറച്ച് കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ 2 ദിവസം കൂടുമ്പോഴൊക്കെ, അതായത് 2 ട്രിപ്പ് കഴിയുമ്പോഴൊക്കെ ആയിരിക്കും മെയിൻ്റനൻസ് വരാൻ സാധ്യത. കിലോമീറ്റർ താരതമ്യേന കുറവാണല്ലോ, നമ്മൾ മറ്റു വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഓടുന്ന കിലോമീറ്റർ വളരെ കുറവായതുകൊണ്ട് 2 ടേണൊക്കെ കൂടുമ്പോൾ മെയിൻ്റനൻസ് ചെയ്താൽ മതി. റൈക്കിന് 2 റൈക്കാണ് മൊത്തം ഉള്ളത്. ഇത് നമ്മുടെ കുഴിത്തറ വെസ്റ്റ് സ്റ്റേഷന് തൊട്ട് മുന്നേയുള്ള ടണലാണ്, 3-ാം നമ്പർ ടണലാണ് ഇത്. കുഴിത്തറ വെസ്റ്റ് സ്റ്റേഷനാണ്. നമ്മുടെ ഡബിളിംഗ് വർക്കിനെ പറ്റി പറയുമ്പോൾ ഈ ഏരിയയിൽ നേരത്തെ നടന്ന ആ ഒരു വർക്കുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അതായത് വഴി വെട്ടിയിട്ടുണ്ട്, പിന്നെ കുറച്ച് മരങ്ങൾ വെട്ടി തുടങ്ങിയിട്ടുണ്ട്. റെയിൽവേ ഭൂമിയിൽ കുറേ തേക്ക് മരമൊക്കെ നിൽപ്പുണ്ട്, മരങ്ങളൊക്കെ വെട്ടി തുടങ്ങുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. കുഴിത്തറ വെസ്റ്റ് സ്റ്റേഷൻ കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ താമരപരണി 6-ന് കുറുകെയുള്ള പാലം വരും. അത് കഴിഞ്ഞാൽ കുഴിത്തറ സ്റ്റേഷനാണ്. കറക്റ്റ് പറഞ്ഞാൽ പാറശാലയ്ക്കും നമ്മുടെ കുഴിത്തറയ്ക്കും ഇടയ്ക്ക് വർക്ക് നടക്കുന്ന സ്ഥലം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതായത് ഡബിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ തകൃതിയായിട്ട് നടക്കുന്ന സ്ഥലം ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. ഈ കാണുന്ന സ്ഥലം നമ്മൾ നേരത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ കൂടുതൽ സ്ഥലം ലെവലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പുതിയ പാലമൊക്കെ, പാലം ഒരു അടിപ്പാതയുണ്ട്, അതായത് റോഡ് ഒരെണ്ണം അടിയിൽ കൂടെ പോകുന്നുണ്ട്. ആ റോഡിൽ വന്നിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ആ റോഡിൻ്റെ പാലം നീളം കൂട്ടുന്നുണ്ട്, എങ്കിലേ അടുത്തൊരു ലൈനും കൂടെ അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്ഥലം എടുത്തിരിക്കുന്നതായിട്ട് തോന്നും. അത് എടുത്തിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ ആ പാലം, 2ാമത്തെ പാലത്തിൻ്റെ അലൈൻമെൻറ്റ് ആയിട്ട് മാച്ച് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്രയും സ്ഥലം എടുത്തിരിക്കുന്നത്. ഇവിടെ എന്തോ ട്രാക്കിൽ വർക്ക് നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് വണ്ടി ഇത്ര സ്പീഡ് കുറച്ച് പോകുന്നത്. നിങ്ങൾക്ക് ജോലിക്കാരെയൊക്കെ കാണാം. പാലത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഗിർഡറുകളിലെ സ്ലീപ്പറുകൾ അവർ മാറ്റിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അവിടെ റെയിൽവേയുടെ മേൽനോട്ടം വഹിക്കാനുള്ള ആളുകളും ഒക്കെ ഇരിപ്പുണ്ട് പാലത്തിൻ്റെ മുകളിലായിട്ട് തന്നെ. ഇത് താമരപരണി 6-ന് കുറുകെയുള്ള പഴയ പാലത്തിൽ കൂടെ നമ്മുടെ വണ്ടി പോകുന്നു. പുതിയ പാലം അപ്പുറത്ത് കൺസ്ട്രക്ട് ചെയ്ത് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ പഴയ വീഡിയോകളിൽ പറഞ്ഞിരുന്നത് പോലെ ഇവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഫണ്ടുകൾ അലോട്ട് ചെയ്യുമല്ലോ ഓരോ വർക്കിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഫണ്ട് ലാപ്സായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പാലങ്ങളൊക്കെ ഇങ്ങനെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കും. അതായത് ഓൾറെഡി വരേണ്ട പാലങ്ങളെ മുന്നോടിയായിട്ട് കൺസ്ട്രക്ട് ചെയ്ത് വെക്കുകയാണ് പതിവ്. ഇതൊക്കെ ഇപ്പം കറക്റ്റ് പറഞ്ഞാൽ ഈ സാമൂഹിക വിരുദ്ധതയൊക്കെ ഒരു കേന്ദ്രമാണിതൊക്കെ. കാരണം വെള്ളവടി പരിപാടിയൊക്കെയാണ് വൈകുന്നേരമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ. ഞാൻ പണ്ട് ഇവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു, പിന്നെ ഇപ്പം അങ്ങനെ വരാറില്ല. അപ്പോൾ നമ്മൾ താമരപ്പരണി 6-ന് കുറുകെയുള്ള പാലമൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ഒരു ടണലാണ്. അത് ടണൽ നമ്പർ 4 തിരുവനന്തപുരം നാറോയിൽ പാതയിൽ 5 ടണലാണ് മെയിനായിട്ടുള്ളത്. ആദ്യത്തേത് ബാലരാമപുരം, 2ാമത്തേത് പാറശാല, പാറശാല സ്റ്റേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം തമിഴ്നാട്ടിലാണ്. 3ാമത്തേത് വരുന്നത് കുഴിത്തറ വെസ്റ്റ്, 4ാമത്തേത് ഇപ്പം നമ്മൾ ഈ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുഴിത്തറ സ്റ്റേഷന് തൊട്ട് മുന്നേയുള്ള ടണൽ, അടുത്തത് പള്ളിയാടിക്ക് മുന്നേ ആയിട്ട് 5-ാം നമ്പർ ടണൽ. 5 ടണലുകളാണ് മെയിനായിട്ട് ഈ റൂട്ടിലുള്ളത്. അപ്പോൾ നമ്മൾ കുഴിത്തറ സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ റൈറ്റ് സൈഡിലും നിങ്ങൾക്കൊരു പാലം കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് കാണാം. അത് ഡബിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു പുതിയ പാലമാണ് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് അടുത്ത അടുത്ത ടണൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ വന്ന ടണലിന് മുകളിലായിട്ട് നമ്മുടെ NH 66, പിന്നെ ഈ മാർത്താണ്ഡത്തെ ഫ്ലൈ ഓവർ ഒക്കെയാണ്. സോ ടണൽ തന്നെ ആയിരിക്കാനേ അവിടെ വഴിയുള്ളൂ, മേൽപ്പാലം ഒന്നും വരാൻ സാധ്യതയില്ല. ഇതിപ്പം ഡബിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ കുഴിത്തറ സ്റ്റേഷനിൽ നടക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടതൊക്കെ. അവിടെയൊക്കെ സ്ഥലമൊക്കെ എടുത്ത് വർക്കുകളൊക്കെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പുതിയ ഫുട് ഓവർ ബ്രിഡ്ജിന് വേണ്ടിയിട്ടുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ വണ്ടി കുഴിത്തറ സ്റ്റേഷനിലെത്തി. കുഴിത്തറ സ്റ്റേഷനിൽ ഇതിന് സ്റ്റോപ്പുണ്ട്, ക്രോസിംഗ് ഇല്ല. ഐലൻഡുമായിട്ടുള്ള ക്രോസിംഗ് എരണിയൽ സ്റ്റേഷനിലാണ്. അപ്പോൾ നമ്മൾ കുഴിത്തറ സ്റ്റേഷനിൽ നിർത്തി നമ്മൾ യാത്ര മുന്നോട്ട് തുടരുകയാണ്. ഇപ്പോൾ പുറപ്പെട്ടു വണ്ടി കുഴിത്തറ സ്റ്റേഷനിൽ നിന്ന്. ഇവിടെയും കാര്യമായ വർക്കുകൾ നടക്കുന്നില്ല എന്ന് തന്നെ പറയാം. ഇനി വർക്കുകൾ നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പള്ളിയാടി സ്റ്റേഷന് അടുത്തായിട്ടാണ് ഡബിളിംഗ് വർക്കുകൾ നടക്കുന്ന സ്ഥലം മെയിനായിട്ട്. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ 5-ാം നമ്പർ ടണലുണ്ട്.
അപ്പോൾ അതിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടങ്ങളിലൊന്നും കാര്യമായ വർക്ക് ഇപ്പോഴും നടക്കുന്നില്ല. എന്നാൽ നമ്മുടെ കേരളത്തിലെ ഭാഗങ്ങളിൽ ഇപ്പോൾ കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം മുതൽ പാറശാല വരെ ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഡബിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഏകദേശം എല്ലാം സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മളിതാ 5ാമത്തെ ടണലിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ടണൽ കഴിഞ്ഞാൽ പള്ളിയാടി സ്റ്റേഷനാണ്. 5 ടണലും കഴിഞ്ഞു. ഇനി വേറെ ടണലുകൾ അങ്ങോട്ടില്ല. ഇനിയുള്ളത് മേൽപ്പാലങ്ങൾ മാത്രമേ ഉള്ളൂ. അടുത്തത് പള്ളിയാടി സ്റ്റേഷനാണ്. അവിടെ പുതിയ പ്ലാറ്റ്ഫോമൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ പ്ലാറ്റ്ഫോമിൻ്റെ അലൈൻമെൻറ്റിൽ കൂടിയാണ് പുതിയ നമ്മുടെ ഡബിളിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ ട്രാക്ക് വരുന്നത്. സോ അവിടെ പഴയ പ്ലാറ്റ്ഫോം പൊളിച്ചിട്ട് പുതിയ പ്ലാറ്റ്ഫോം നിർമ്മിക്കുന്ന ജോലികൾ നടക്കുന്നുണ്ട്. പഴയ പ്ലാറ്റ്ഫോം ഇപ്പോഴും പൊളിച്ചിട്ടില്ല. കാരണം പുതിയ പ്ലാറ്റ്ഫോം പണിത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് പഴയ പ്ലാറ്റ്ഫോം പൊളിച്ചു മാറ്റാൻ പറ്റൂ. അതായത് നിലവിൽ നാഗർകോവിൽ ഭാഗത്തേക്ക് പോകുമ്പോൾ വലതുവശത്താണ് പ്ലാറ്റ്ഫോം വരുന്നത്. ഇടതുവശത്തെ പ്ലാറ്റ്ഫോം പൂർണ്ണമായി നിർമ്മിച്ചു കഴിഞ്ഞാൽ അവർക്ക് വലതുവശത്തെ പ്ലാറ്റ്ഫോമിനെ പൊളിച്ചു മാറ്റി അവിടെ പുതിയ ട്രാക്ക് സ്ഥാപിക്കാൻ പറ്റും. അതിനുശേഷം പുതിയ ട്രാക്ക് വന്നു കഴിയുമ്പോൾ ആ സൈഡിലുള്ള പ്ലാറ്റ്ഫോമും അവർക്ക് നിർമ്മാണം പൂർത്തിയാക്കി ട്രെയിനുകൾ ഓടിത്തുടങ്ങാൻ പറ്റും. അപ്പോൾ നിലവിലുള്ള പ്ലാറ്റ്ഫോം ഈ ഇടതുവശത്തെ പുതിയ പ്ലാറ്റ്ഫോം നിർമ്മാണം തീരുന്നത് വരെ അവിടെ തന്നെ കാണാനാണ് സാധ്യത. അപ്പോൾ ഇനി ഏകദേശം നമ്മുടെ എരണിയൽ സ്റ്റേഷൻ തൊട്ടാണ്. ഇതിപ്പോൾ ഏകദേശം എരണിയൽ സ്റ്റേഷൻ, അതായത് എരണിയൽ സ്റ്റേഷനിലേക്ക് നമുക്ക് കയറാനായിട്ട് സിഗ്നൽ ഇപ്പോഴാണ് കിട്ടിയത്. അവിടം തൊട്ട് തന്നെ ഏകദേശം ഡബിളിങ്ങിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. കാരണം എരണിയലിൽ വരാൻ പോകുന്നത് ഒരു വലിയ യാർഡാണ്. 5 റോഡുകളുള്ള യാർഡാണ്. 5 റോഡുകൾ എന്ന് പറയുമ്പോൾ 5 ട്രാക്കുകൾ ഉണ്ടാവും ആ സ്റ്റേഷൻ്റെ ഉള്ളിൽ. അപ്പോൾ അതാണ് ഈ 5 റോഡുകൾ എന്നുദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മളെ സിഗ്നൽ കിട്ടാതെ എരണിയൽ സ്റ്റേഷന് പുറത്ത് പിടിച്ചിരുന്നു. അതായത് നാഗർകോവിൽ ഭാഗത്ത് നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ് പോകുന്നുണ്ട്. ആ ഐലൻഡ് എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിൽ, അതായത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കയറി മൊത്തത്തിൽ ഹോൾട്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മളെ പുറത്ത് പിടിച്ചു നിർത്തിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്റ്റേഷനകത്തേക്ക് കയറാനായിട്ട് സിഗ്നൽ നൽകിയത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ ഡബിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകൾ നടക്കുന്നുണ്ട്. പുതിയ പാലങ്ങളൊക്കെ, അതായത് നമ്മുടെ തക്കല സൈഡിൽ നിന്ന് എരണിയൽ വന്ന് അകത്തോട്ടൊക്കെ പോകുന്ന റോഡുകളൊക്കെ ഉണ്ട്. കുളച്ചൽ ഭാഗത്തേക്കൊക്കെ പോകുന്ന റോഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ മേൽപ്പാലങ്ങളൊക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ സബ്സ്റ്റേഷൻ്റെ ഭാഗമാണിത്. എരണിയലിൽ ഒരു ട്രാക്ഷൻ സബ്സ്റ്റേഷനുണ്ട്. അവിടെയൊക്കെ പുതിയ ബിൽഡിങ്ങൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഐലൻഡ് എക്സ്പ്രസ് നമുക്ക് വേണ്ടി ലൂപ്പ് ലൈനിൽ കാത്തു കിടക്കുകയാണ്. ഐലൻഡ് എക്സ്പ്രസ് നാഗർകോവിൽ ഭാഗത്ത് നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന ഐലൻഡ് എക്സ്പ്രസ്സാണ്. അപ്പോൾ 2 വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ ആരെ പിടിച്ചാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഐലൻഡിന് പിന്നെ കേരളം മൊത്തം നിരങ്ങാനുള്ളതായതുകൊണ്ട് പിടിച്ചിട്ട് പോയാലും അങ്ങ് എത്തും. അപ്പോൾ നമ്മൾ എരണിയൽ സ്റ്റേഷനിൽ നിർത്തി എടുത്തു. എരണിയൽ കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് മൊത്തം വർക്കുകൾ നടക്കുന്ന സ്ഥലം തന്നെയാണ്. ഡബിളിങ് വർക്കുകൾ ഒരുപാട് സ്ഥലത്ത് വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ ലെവൽ ക്രോസിലൊക്കെയുള്ള ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചു മാറ്റി പുതിയ ബിൽഡിങ്ങുകൾ പണിയുന്നുണ്ട്. പുതിയ പാലങ്ങൾ പണിയുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓടകളും അതുപോലെയുള്ള വയഡക്റ്റൊക്കെ എക്സ്റ്റൻഷൻ ചെയ്യുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. നാഗർകോവിൽ ടൗൺ വരെയാണ് നിലവിൽ നാഗർകോവിൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഉള്ള സ്ഥലത്ത് നിന്ന് ഡബിളിങ് കംപ്ലീറ്റ് ആയത്. നമ്മുടെ എരണിയൽ വരെ ഈ ഡബിളിങ് പൂർത്തിയായാൽ മാത്രമേ നമുക്ക് ഒരു ഡബിളിങ് നടന്നതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടിത്തുടങ്ങത്തുള്ളൂ. കാരണം നിലവിലെ അവസ്ഥയ്ക്ക് നാഗർകോവിൽ ടൗൺ സ്റ്റേഷനിലെ ആദ്യത്തെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നാഗർകോവിൽ ജംഗ്ഷൻ ഭാഗത്തു നിന്ന് വരുമ്പോൾ ഡെഡ് എൻഡാണ്. നമ്മൾ തിരുവനന്തപുരം ഭാഗത്ത് നിന്ന് നാഗർകോവിൽ ടൗൺ പോകുമ്പോൾ ആദ്യത്തെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. നാഗർകോവിൽ ടൗൺ സ്റ്റേഷനിലെ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെയാണ് നിലവിലെ അവസ്ഥ. അപ്പോൾ
ഇവിടെയൊക്കെ ഇവിടെ നമ്മുടെ എരണിയിലടുത്തുള്ള ഒരു റോഡാണ് ആ താഴെ കണ്ടത്. അവിടെ ആ റോഡ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. റോഡ് അടച്ചു വെച്ചിട്ട് അവിടെ നമ്മുടെ പാലം എക്സ്റ്റെൻഡ് ചെയ്യുന്ന വാർക്കുന്ന പണികളൊക്കെ നടക്കുവാണ്. അപ്പോൾ അടിപ്പാതയ്ക്ക് വേണ്ടിയിട്ടുള്ള വാർക്കലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ പുതിയൊരു പാലം ഓൾറെഡി കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിപ്പോൾ പോയ ട്രാക്കിലും ഒരു ഗർഡർ പഴയതുണ്ട്. ആ ഗർഡർ മാറ്റി കോൺക്രീറ്റ് സ്ട്രക്ചർ വെക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം അടിപ്പാതകളൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഉള്ള മെയിൻ സ്റ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ വിരാണി ആളൂർ സ്റ്റേഷനാണ്. വിരാണി ആളൂർ സ്റ്റേഷനിലും കൺസ്ട്രക്ഷൻ നടക്കുന്നത് ഇപ്പോൾ നമ്മൾ പള്ളിയാടി സ്റ്റേഷൻ കണ്ട അതേ മാതൃകയിലാണ്. അതായത് അവിടെ നിലവിലുള്ള പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് നാഗർകോവിൽ ഭാഗത്തേക്ക് പോകുമ്പോൾ വലതുവശത്ത് പ്ലാറ്റ്ഫോമുണ്ട്. അപ്പോൾ ആ പ്ലാറ്റ്ഫോം നിലവിലിരിക്കുന്നത് പുതിയ ലൈനിൻ്റെ അലൈൻമെൻറ്റിലാണ്. അത് പൊളിച്ചു മാറ്റി പുതിയത് പണിയേണ്ടതുണ്ട്. ഇവിടെയൊക്കെ കാണാം നിങ്ങൾക്ക് LC ആ ലെവൽ ക്രോസൊക്കെ ഇനി ഭാവിയിൽ എന്താവുമെന്ന് കണ്ടറിയണം. കാരണം പുതിയ ട്രാക്കിൻ്റെ അലൈൻമെൻറ്റിലാണ് ആ ലെവൽ ക്രോസൊക്കെ നിൽക്കുന്നത്. അത് മിക്കവാറും അത് അടിപ്പാതയായിട്ട് മാറാനാണ് സാധ്യത. പക്ഷേ ഇതുപോലുള്ള വലിയ ബസ്സൊക്കെ പോകുന്ന സ്ഥലമാണെങ്കിൽ അടിപ്പാത നല്ല ഹൈറ്റിൽ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ എന്താവും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. ഇവിടെയൊക്കെ കാണാം നമ്മൾ വലിയ പാറകളൊക്കെ വെട്ടി വെച്ചിരിക്കുന്നത് ട്രാക്കിനുള്ള വഴി സെറ്റാക്കാൻ വേണ്ടിയിട്ട്. ചിലയിടങ്ങളിൽ നമുക്ക് കാണുന്നത് പോലെ ഇലക്ട്രിഫിക്കേഷൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ലെവലിംഗ് മൊത്തത്തിൽ തീർന്നാൽ മാത്രമേ ഈ ബെല്ലാസ്റ്റൊക്കെ ഫില്ല് ചെയ്ത് ട്രാക്ക് ഇട്ട് തുടങ്ങത്തുള്ളൂ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് അവർ നമ്മുടെ ഇലക്ട്രിഫിക്കേഷൻ്റെ വർക്കുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് മുന്നിലായിട്ടൊരു ലെവൽ ക്രോസ് ഉണ്ട്. ആ ലെവൽ ക്രോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വിരാണി ആളൂർ സ്റ്റേഷനാണ്. വളവുകളൊക്കെ ഞാനൊന്ന് സൂം ചെയ്ത് വീഡിയോ എടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത്രയ്ക്കൊരു എന്താ പറയുക വെളിച്ചം കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ സൂം ചെയ്യലങ്ങ് നിർത്തി. കാരണം വീഡിയോയുടെ ക്ലാരിറ്റി കുറയുന്ന പോലൊരു ഫീല്. അപ്പോൾ ഇവിടെയെങ്ങും ഇലക്ട്രിഫിക്കേഷൻ്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ലെവലിംഗ് വർക്കുകൾ മാത്രം നേരത്തെ നടന്ന വർക്കുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. അടുത്ത വർഷം പകുതിക്കുള്ളിൽ തീർക്കും എന്നാണ് പറയുന്നത്. മാർച്ചിലൊക്കെ തീർന്നാൽ നമുക്ക് നല്ലത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ നാഗർകോവിൽ ടു നാഗർകോവിൽ ടൗണ് ഡബിളിങ് നടന്നതിൻ്റെ എഫക്റ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു മിനിമം എരണിയൽ വരെയുള്ള പാത ഇരട്ടിപ്പിക്കൽ പൂർത്തിയാവണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുകയുള്ളൂ. ഗുണം യാത്രക്കാർക്ക് സമയലാഭം, ഡബിളിങ് കൊണ്ട് ഉണ്ടാവേണ്ട സമയലാഭം യാത്രക്കാർക്ക് കിട്ടിത്തുടങ്ങത്തുള്ളൂ. നിലവിലെ അവസ്ഥയിൽ ഒരു ട്രെയിന് നാഗർകോവിലിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടൗൺ പാസ് ചെയ്യാനായിട്ട് 20 മിനിറ്റോളം എടുക്കും. കാരണം അതുപോലെ സ്വിച്ച് ചെയ്ത് വേണം, ട്രാക്ക് സ്വിച്ച് ചെയ്ത് വേണം ഇപ്പം നാഗർകോവിൽ ടൗൺ എത്താനായിട്ട്. നാഗർകോവിൽ ടൗൺ എത്തി അവിടം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ല ടൈം ഡിലേ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ആ വർക്ക് നടക്കുന്നുണ്ട്. മറ്റേ സൈഡിലൊരു ഓട പോലൊരു സ്ട്രക്ചറൊക്കെ പണിയുന്നതൊക്കെ കാണാം. അതൊക്കെ പുതിയൊരു കൺസ്ട്രക്ഷനാണ്. നേരത്തെ വീഡിയോയിലൊന്നും അതില്ലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇവിടങ്ങളിലൊക്കെ ഇനിയും ലെവലിംഗ് വർക്കുകൾ നടക്കേണ്ടതായിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ പറഞ്ഞ നമ്മുടെ വിരാണി ആളൂർ സ്റ്റേഷൻ എത്താറാവുന്നു. അതിന് മുന്നേ ഒരു ലെവൽ ക്രോസ് ഉണ്ട്. ഇവിടെയൊക്കെ അടുത്തിടെ വർക്കുകൾ നടന്നതായിട്ട് തോന്നുന്നുണ്ട് കണ്ടിട്ട്. പൊളിച്ചു മാറ്റിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം. ഇതാണ് വിരാണി ആളൂർ സ്റ്റേഷന് തൊട്ട് മുന്നേയുള്ള ലെവൽ ക്രോസ്. ഇനി ഉടനെ തന്നെ വിരാണി ആളൂർ സ്റ്റേഷനാണ്. വിരാണി ആളൂർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കറക്റ്റ് പറഞ്ഞാൽ പാർവതീപുരത്തിനൊക്കെ അടുത്തുള്ള ഒരു ചെറിയ സ്റ്റേഷനാണ്. ഒരുപാട് കോളേജുകളും സ്കൂളുകളും ഒക്കെ ഉള്ള എൻജിനീയറിംഗ് കോളേജസ്, ആർട്സ് കോളേജുകൾ ഒക്കെ ഒരുപാടുള്ളൊരു സ്ഥലമാണ്. അവിടെ പുതിയ പ്ലാറ്റ്ഫോം അപ്പുറത്ത് കാണാം. ഇത് പഴയ പ്ലാറ്റ്ഫോം. പുതിയ ഫുട് ഓവർ ബ്രിഡ്ജൊക്കെ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അതിൻ്റെ നിർമ്മാണമൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട്. പുതിയ ഷെൽട്ടറുകൾ പണിതിരിക്കുന്നത് കാണാം.
സ്റ്റേഷൻ ബിൽഡിങ്ങുകൾ പുതിയതും പഴയതും കാണാം. അത് കഴിഞ്ഞാലും ഒരു LC ഉണ്ട്. ഈ ലെവൽ ക്രോസ് വരെ ഏകദേശം പ്ലാറ്റ്ഫോം എത്തുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം ലെവൽ ക്രോസ് വരെ. ഇനി അങ്ങോട്ട് നല്ല തോതിൽ പണി നടക്കുന്നുണ്ട്. സ്ലീപ്പറുകളൊക്കെ കൊണ്ടിറക്കിയിട്ടുണ്ട്. പുതിയ ട്രാക്കിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള സ്ലീപ്പറുകളൊക്കെ കൊണ്ടിറക്കിയിരിക്കുന്നു. ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഇവിടെ നേരത്തെ കണ്ട വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഈ ഒരു വളവിൽ കുറേ ഇലക്ട്രിക് പോൾസ് മാറ്റി സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് ഇതാ കണ്ടോ, പഴയതും പുതിയതും നിങ്ങൾക്ക് കാണാം. അപ്പോൾ അത് എന്തോ ചെറിയ മാറ്റം അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് കാരണമൊക്കെ വർക്ക് കുറച്ച് എക്സ്ട്രാ നടക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിൽ. എന്താണ് കാര്യമെന്നറിയില്ല. അതവർ മാറ്റി സ്ഥാപിക്കുന്നുണ്ട്. അവരുടെ അലൈൻമെൻറ്റിൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കണം. അപ്പോൾ ഇനി നമ്മൾ NH66 നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ ക്രോസ് ചെയ്യും. നേരത്തെ നമ്മൾ കുഴിത്തറ സ്റ്റേഷനിൽ ഒരു തുരങ്കമായിട്ടായിരുന്നു തുരങ്കത്തിലൂടെ പോയാണ് നമ്മൾ NH66 ക്രോസ് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു മേൽപ്പാലം, അതായത് മുകളിലൊരു പാലം, നമ്മുടെ പാർവതീപുരത്തുള്ള ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, ആ പാർവതീപുരം ഫ്ലൈ ഓവർ കയറി വണ്ടികൾ പോകുമ്പോൾ ട്രെയിനുകൾ അടിയിൽ കൂടെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. മനോഹര ദൃശ്യമാണ്. ഞാൻ അതിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മേൽപ്പാലം ഇപ്പം നമുക്ക് കാണാൻ പറ്റും. അവിടെ പിന്നെ എനിക്ക് തോന്നുന്നു അധികം അവർക്ക് പാലം പൊളിച്ച് പണിയേണ്ടി വന്നിട്ടില്ല. രണ്ടാമതൊരു ട്രാക്കിനും കൂടെയുള്ള സ്ഥലം ഓൾറെഡി അവിടെ ഇട്ടിട്ടാണെന്ന് പണ്ട് കാലത്ത് ആ പാലം ചെയ്തപ്പോൾ തന്നെ അവർ പാലം പണിതത്. അതുകൊണ്ട് അവർക്ക് കാര്യമായിട്ട് പൊളിച്ച് പണിയേണ്ടി വന്നിട്ടില്ല. ഇവിടെയും ഞാനൊന്ന് സൂം ചെയ്ത് നോക്കി. എന്നാൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും സൂം ഔട്ട് ആക്കി. വണ്ടി നേരെ ആയിക്കഴിഞ്ഞാൽ നേരെ ഓടുമ്പോൾ പിന്നെ സൂം ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇവിടങ്ങളിലൊക്കെ ഇലക്ട്രിഫിക്കേഷൻ്റെയൊക്കെ വർക്കുകളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഈ സൈഡിൽ കാണുന്നതൊക്കെ എന്തോ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ്. ഒരുപാട് കോളേജുകളും സ്കൂളുകളും ഒക്കെയുള്ളൊരു ഏരിയയാണ് ഈ പറയുന്ന പാർവതീപുരം ഏരിയ എന്ന് പറയുന്നത്. നമ്മൾ ഏകദേശം ആ പറഞ്ഞ പാലത്തിനടുത്തേക്ക് എത്തുന്നു. NH66, അതായത് നമ്മുടെ കന്യാകുമാരിക്ക് പോകുന്ന ദേശീയപാതയെ നമ്മൾ വീണ്ടും ക്രോസ് ചെയ്യുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, പഴയ പാലം ചെയ്തപ്പോൾ തന്നെ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പാലത്തിന് കാര്യമായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം നാറോയിൽ ടൗൺ സ്റ്റേഷനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ ഈ കാണുന്നതൊക്കെ ഒരു പഴയ ലെവൽ ക്രോസിൻ്റെ ബിൽഡിങ്ങാണ്. ആ ബിൽഡിങ്ങൊക്കെ പൊളിച്ചു മാറ്റി അപ്പുറത്ത് പുതിയ ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും കാണിച്ചിരുന്നു. ഇനി ഈ ഒരു ലെവൽ ക്രോസ് മാത്രമാണ് ഇനി പൊളിച്ചു മാറ്റി പുതിയത് സെറ്റ് ചെയ്യാനുള്ളത്. ബാക്കിയൊക്കെ ഏകദേശം പൊളിച്ച് മാറ്റപ്പെട്ടിട്ടുണ്ട്. അതായത് ട്രാക്കിൻ്റെ അലൈൻമെൻറ്റിലായിരുന്നു ഒരുപാട് ലെവൽ ക്രോസുകളും അതിൻ്റെ ബിൽഡിങ്ങുകളൊക്കെ വരുന്നത്. അതെല്ലാം പൊളിച്ച് മാറ്റേണ്ടതായിട്ടുണ്ടായിരുന്നു. രണ്ടെണ്ണം ഓൾറെഡി പൊളിച്ച് മാറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു ലെവൽ ക്രോസിൻ്റെ ബിൽഡിംഗ് ഉണ്ടായിരുന്നതാണ്. അതെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ ഗേറ്റ് കീപ്പറുടെ റൂമാണ്, അവരുടെ റൂം അപ്പുറത്തെ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഏകദേശം ഇനിയിപ്പം മറ്റേ ഡംപ്ലിംഗ് നടന്ന ഏരിയയിലേക്ക് നമ്മൾ അടുക്കുകയാണ്. അതായത് നാഗർകോവിൽ ടൗൺ മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് രണ്ട് സൈഡിലും ട്രാക്കുകൾ കാണാം. 2 ട്രാക്കുകൾ കാണാൻ പറ്റും. അതാ ഇവിടം തൊട്ട് അങ്ങോട്ട് തുടങ്ങുകയാണ്. ട്രാക്ക് നിങ്ങൾക്ക് കാണാം. ഓൾറെഡി ലേ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിലൂടെ വണ്ടികൾ ഓടില്ല. കാരണം കുറച്ച് മുന്നിലായിട്ടൊരു നമ്മുടെ ബഫർ സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട്. ബഫർ ഇല്ലാത്ത സ്റ്റോപ്പ് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ സ്റ്റോപ്പിന് ബഫർ വെച്ചിട്ടില്ല. ബഫർ വെക്കുന്നത് സാധാരണ അവിടെ വന്ന് ഇടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഡെഡ് എൻഡാണ്. അതുകൊണ്ട് ആൾക്കാർക്കൊക്കെ സുഖമായിട്ട് വന്നിരിക്കാം. അതിലോട്ട് അങ്ങനെ എന്തെങ്കിലും ട്രെയിനുകളൊന്നും വരത്തില്ല. ഇപ്പോൾ അതാ നാറോയിൽ ടൗൺ സ്റ്റേഷൻ്റെ യാർഡ് തുടങ്ങിയാണ്. ലൂപ്പ് ലൈൻ നടുക്കാണ് നിലവിൽ. ഭാവിയിൽ അത് രണ്ടാമത്തെ ലൈന് മെയിൻ ലൈനായിട്ട് മാറുന്നതും മൂന്നാമത്തെ റോഡ് ലൂപ്പ് ലൈൻ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അലൈൻമെൻറ്റ് പ്രകാരം അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ അവിടുത്തെ പുതിയ ലിഫ്റ്റിൻ്റെ നിർമ്മിതിയൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് കാണാം. വീഡിയോയിൽ അത് വ്യക്തമായിട്ട് കാണാം. ഇത് നിലവിൽ നാറോയിൽ ടൗൺ സ്റ്റേഷൻ എന്ന് പറയുന്നത് ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്. കാരണം 2-3 പ്ലാറ്റ്ഫോമുകളിൽ മാത്രമാണ് ട്രെയിനുകൾ വരുന്നത്. 1-ാം നമ്പർ പ്ലാറ്റ്ഫോം ഉപയോഗശൂന്യമാണ്. ഏതെങ്കിലും റേക്കുകൾ എക്സ്ട്രാ കൊണ്ടൊന്ന് പാർക്ക് ചെയ്യാമെന്നല്ലാതെ നാഗർകോവിൽ ടൗൺ സ്റ്റേഷനിലെ 1
ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം കൊണ്ട് ഇപ്പം പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല. ഇനി നമ്മൾ പുത്തേരി ലേക്ക് എന്ന് പറയുന്നൊരു ലേക്കിനെ ക്രോസ് ചെയ്യും. അതിന് മുകളിലൂടെ ഒരു റെയിൽവേ പാലമുണ്ട്. റെയിൽവേ പാലത്തിന് മുകളിലൂടെ ഒരു ഓവർ ബ്രിഡ്ജുണ്ട്. നമ്മുടെ ബൈപ്പാസ് സൈഡിലോട്ടൊക്കെ അരുൾവായ് മൊഴി സൈഡിലോട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു പാലമാണ്. ചില സമയത്ത് ഞാൻ അതുവഴിയൊക്കെ ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ പോകാറുണ്ട്. ഈ കാണുന്ന കുഴിയൊക്കെ കേബിളുകൾ ലേ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സിഗ്നലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കേബിളുകൾ ലേ ചെയ്യാൻ വേണ്ടിയിട്ട് കുഴിച്ചിരിക്കുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പാലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. പുത്തേരി ലേക്ക്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഈ സമയത്ത് കാണാൻ വളരെ മനോഹരമാണ്. പക്ഷേ നമ്മൾ ഈ ഒരു സൈഡിനെ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു സൈഡിലെ വീഡിയോസ് മാത്രമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പുത്തേരിയിലേക്കൊക്കെ ഞാൻ ഒരുപാട് തവണ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള സ്പോട്ടാണ്. രണ്ട് ഭാഗത്തും, അതായത് ഈ പാലത്തിൻ്റെ അപ്പുറവും ഇപ്പുറവും മുകളിൽ നിന്ന്, പാലത്തിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോസ് എടുക്കാൻ നല്ല രസമാണ്. നല്ല വ്യൂ ആണ്. രണ്ട് സൈഡും വളഞ്ഞ് വരുന്നൊരു വ്യൂ ആയിട്ട് വരും. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലെവൽ ക്രോസിനും നമ്മുടെ നാഗർകോവിൽ ടൗൺ സ്റ്റേഷനും ഇടയ്ക്കാണ്. ടൗണിൻ്റെ അടുത്തൊരു ലെവൽ ക്രോസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നിലായിട്ട് വേറൊരു ലെവൽ ക്രോസ് ഉണ്ട്. രണ്ടിൻ്റെയും ഒത്ത നടുക്കാണ് ഈ പറയുന്ന സ്ഥലം ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ നാഗർകോവിൽ ജംഗ്ഷൻ സ്റ്റേഷൻ്റെ അടുത്ത് എത്തുന്നു. ഇവിടം വരെയാണ് ഡബിളിംഗ് ഉള്ളത്. അതായത് നാഗർകോവിൽ ടൗൺ സ്റ്റേഷൻ തൊട്ട് ഈ കാണുന്ന പോയിൻ്റ് വരെയാണ് നിലവിൽ ലൈൻ ഡബിൾ ചെയ്തിരിക്കുന്നത്. അതിനപ്പുറം ലൈന് കട്ട് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഇനിയും നിർമ്മാണം നടക്കേണ്ടതുണ്ട്. ഇവിടെ ഒരു പാലം വരേണ്ടതായിട്ടുണ്ട്. അതിന് മുന്നിലായിട്ടും പുതിയ ട്രാക്കുകൾ ഒക്കെ വരേണ്ടതായിട്ടുണ്ട്. ഇലക്ട്രിഫിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പോലെ തന്നെ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ പുതിയ മാറ്റം എന്ന് പറയാനായിട്ട് കുറച്ച് എക്സ്ട്രാ സ്ട്രക്ചേഴ്സ്, അതായത് ഇലക്ട്രിഫിക്കേഷനായിട്ട് ബന്ധപ്പെട്ട ഈ കാണുന്ന സ്ട്രക്ചറൊക്കെ പുതിയതാണ്. അത് പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതായത് മൊത്തത്തിൽ ഒറ്റ ഇലക്ട്രിക് പോസ്റ്റ് നിർത്തുന്നതിന് പകരം അതായത് ഓരോ ലൈനിന് സെപ്പറേറ്റ് ഇലക്ട്രിക് പോസ്റ്റ് എന്നുള്ളതിന് പകരം എല്ലാത്തിനും കൂടെ ഒറ്റ സ്ട്രക്ചർ എന്നുള്ള രീതിയിൽ പുതിയ വർക്കുകൾ നടക്കുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മൾ ഏകദേശം നാഗർകോവിൽ ജംഗ്ഷൻ സ്റ്റേഷൻ അടുത്തു. ബൈപ്പാസാണ് ഇത്. ഇവിടെ ഒരു ലെവൽ ക്രോസ് ഉണ്ട്. ബൈപ്പാസിലൊരു ലെവൽ ക്രോസ് ഉണ്ട്. ആ ലെവൽ ക്രോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മറ്റേ ട്രയാങ്കുലർ സെക്ഷനിലോട്ട് കയറും. അവിടെയെല്ലാം പുതിയ ട്രാക്ക് വരേണ്ടതായിട്ടുണ്ട്. ഭാവിയിൽ നാഗർകോവിൽ ജംഗ്ഷൻ സ്റ്റേഷനിലെ 2ാം പ്ലാറ്റ്ഫോമിലേക്കായിരിക്കും ഇവിടെ വരുന്ന ലൈന് കണക്ട് ചെയ്യാൻ സാധ്യത. 1ാം നമ്പർ പ്ലാറ്റ്ഫോം ലൂപ്പായിരിക്കും. 1A നേരെ ഈ പറയുന്ന ലൈനിലോട്ട് വന്ന് കണക്ഷൻ കൊടുക്കുന്ന രീതിയിലായിരിക്കും നിർമ്മിക്കുന്നത് പുതിയ ലൈന്. അപ്പോൾ നമ്മൾ മെല്ലെ നാഗർകോവിൽ സ്റ്റേഷനിലേക്ക് കയറുകയാണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലെവൽ ക്രോസ്. ഇത് സ്റ്റേഷൻ്റെ പുറത്ത് തന്നെ ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്നതാണ്. ഞാൻ ഈ വഴിയൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ. ഫോട്ടോസ് എടുക്കാൻ വരാറുണ്ട് ഇവിടെയെല്ലാം. ഇതുപോലെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഈ റൂട്ടിലോട്ടൊക്കെ ട്രെയിനിൽ വരുന്നത്. അല്ലാത്ത ഞാൻ കൂടുതലും വരുന്നതെല്ലാം സ്കൂട്ടറിൽ വന്ന് ഫോട്ടോസ് എടുക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. ഇതാണ് ഈ ഡൈവേർഷനാണ് 1A പ്ലാറ്റ്ഫോമിലേക്കുള്ളത്. 1A പ്ലാറ്റ്ഫോമും 1A പ്ലാറ്റ്ഫോമിൻ്റെ സൈഡിലായിട്ടൊരു ലൈനും കൂടെ ഉണ്ട്. ആ ലൈനിലേക്കുള്ള ഡൈവേർഷൻ ഇവിടെ നിന്നാണ്. അവിടെ സബ്സ്റ്റേഷനല്ല, SSP എന്ന് പറയും, സപ്ലൈ കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ട് അവിടെ. ഇപ്പോൾ നമ്മൾ ഏകദേശം നാഗർകോവിൽ സ്റ്റേഷൻ്റെ യാർഡിലേക്ക് കയറുകയാണ്. അവിടെയും ഒരു യാർഡിൻ്റെ തൊട്ടടുത്ത് ഒരു ലെവൽ ക്രോസ് ഉണ്ട്. ആ ലെവൽ ക്രോസിന് പകരം ഒരു പുതിയ അണ്ടർപാസ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അണ്ടർപാസിൻ്റെ നിർമ്മാണം ഏകദേശം, അതായത് ഒരു സൈഡിലേക്ക് കഴിഞ്ഞു. അതായത് നമ്മൾ പോകുന്ന ദിശയിൽ ഇടതുവശത്തെ നിർമ്മാണം ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. വലതുവശത്ത് അതിന് 2 വഴി കൊടുക്കുന്ന രീതിയിലാണ്, 2 വഴിയായിട്ട് തിരിയുന്ന രീതിയിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നത്. കുറച്ച് മുന്നിലോട്ട് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെ അത് കാണിച്ചു തരാൻ പറ്റും.
ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലെവൽ ക്രോസ്. ഈ ലെവൽ ക്രോസ് ഭാവിയിൽ അടയ്ക്കും. അത് മാറ്റിയിട്ടായിരിക്കും ഈ കാണുന്ന അണ്ടർപാസ്. ഇതിന് 2 എൻട്രി പോയിൻറ്റ്സ് നിങ്ങൾക്ക് കാണാം. ഒന്ന് ഇടത്തേക്കും ഒന്ന് നേരെയും പോകുന്ന രീതിയിലാണ് നിലവിൽ നിർമ്മിച്ചു വരുന്നത്. ഇവിടെ നാറോൽ സ്റ്റേഷനിൽ ഒരു ലോക്കോ ഷണ്ട് ചെയ്യണമെങ്കിൽ പോലും നിലവിൽ ഈ ലെവൽ ക്രോസ് അടയ്ക്കേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട്. പ്രത്യേകിച്ച് 1A പ്ലാറ്റ്ഫോമിലേക്കൊക്കെ ഒരു റേക്ക് കൊണ്ടിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ ക്രോസ് കുറേ നേരത്തേക്ക് അടച്ചിടുന്ന അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം അത് അണ്ടർപാസ് ആക്കുന്നത് തന്നെയാണ് ആൾക്കാർക്ക് എളുപ്പം. ഇത് നമ്മുടെ രാജറാണിയാണ് കിടക്കുന്നത്. ഇതാണ് 1A പ്ലാറ്റ്ഫോം. രാജറാണി വൈകിട്ട് പോകേണ്ട വണ്ടിയാണ്. വൈകിട്ട് കൊച്ചുവേളി പാസഞ്ചറായിട്ട് പോയിട്ട് കൊച്ചുവേളിയിൽ നിന്ന് നിലമ്പൂർക്ക് പോകുന്നതാണ് അതിൻ്റെ ഷെഡ്യൂള്. ഈ സൈഡിൽ പുതിയ പിറ്റ് ലൈൻസൊക്കെ ഇവിടെയാണ്. 5 പിറ്റ് ലൈനുകളുണ്ട് നിലവിൽ. പിന്നെ പുതിയ പ്ലാറ്റ്ഫോമൊക്കെ വരുന്നത് ഈ സൈഡിലാണ്. 4-5 പ്ലാറ്റ്ഫോമുകളാണ്. ഇതാണ് പിറ്റ് ലൈൻ. പിറ്റ് ലൈനിൽ വിവേക് എക്സ്പ്രസ് കിടക്കുകയാണ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. ക്യാമറ അറിയാതെ ഒന്ന് പൊങ്ങിപ്പോയി. അപ്പുറത്ത് അന്ത്യോദയുണ്ട്. പിന്നെ കന്യാകുമാരി സൈഡിൽ നിന്ന് വന്ന അപ്പുറത്ത് അന്ത്യോദയല്ല, അത് നമ്മുടെ തിരുക്കുറലിൻ്റെ റേക്കാണ് കിടക്കുന്നത്. രണ്ട് ലഗേജ് ക്യാരിയർ വാനൊക്കെ ഉണ്ട്. അതുപോലെ പാർസലുണ്ടെന്ന് തോന്നുന്നു ഈ വണ്ടിക്ക്. നിസാമുദ്ദീൻ കന്യാകുമാരി. രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ നമ്മുടെ കോട്ടയം വണ്ടി കിടപ്പുണ്ട്. നാഗർകോവിൽ കോട്ടയം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലോട്ടാണ് ഈ കയറിയിരിക്കുന്നത്. 3 കാലിയാണ്. ഞാൻ ഈ യാത്ര നടത്തിയ ദിവസം വന്ദേ ഭാരത് ചെന്നൈയിലെ ഫ്ലഡ് മൂലം ക്യാൻസൽഡ് ആയിരുന്നു. അതായത് തിങ്കളാഴ്ച. ഇപ്പോൾ നമ്മൾ നാറോയിലെത്തി. ഇപ്പോൾ നമ്മൾ നാറോൽ സ്റ്റേഷനിൽ നിന്ന് കന്യാകുമാരി ഭാഗത്തേക്ക് പോവുകയാണ്. നാറോൽ സ്റ്റേഷനിലും അമൃത് ഭാരത് റീഡെവലപ്മെൻറ്റ് വർക്കുകൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മോടി പിടിപ്പിക്കലൊക്കെയാണ് ഈ കാണുന്നത്. ഇവിടെയാണ് നാറോൽ സ്റ്റേഷനിലെ ക്രൂ ബുക്കിംഗ് റൂമും പിന്നെ പാർസൽ ഓഫീസ്, പിന്നെ നമ്മുടെ RPFൻ്റെ ഓഫീസൊക്കെ ഈ സൈഡിലാണ്, 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ. ഇത് RMSൻ്റെയാണ്. RPFൻ്റെ റൂമാണിത്, അവരുടെ ഓഫീസാണ്. ഇത് ഒരു സൈഡിങ് ആണ്, ഗുഡ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ VIPs ഒക്കെ വരുമ്പോൾ അവരുടെ കോച്ചസ് സ്റ്റേബിൾ ചെയ്യാൻ ഉപയോഗിക്കാറുണ്ട്. അവിടെ ലോക്കോസ് ഇടാറുണ്ട്. അതൊക്കെയാണ് ഈ ഒരു ഏരിയയുടെ പർപ്പസ് എന്ന് പറയുന്നത്. അങ്ങനെ ഏറെ നാളുകൾക്ക് ശേഷം പുനലൂർ നിന്ന് കന്യാകുമാരിക്ക് പോകുന്ന വണ്ടി കന്യാകുമാരി ട്രാക്കിലേക്ക് കയറുകയാണ്. ഈ വണ്ടി പണ്ട് പുനലൂർ കന്യാകുമാരി തന്നെയായിരുന്നു. പിന്നീട് ഷോർട്ട് ചെയ്ത് നാറോലാക്കിയതായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഡിസംബർ 2 മുതൽ, അതായത് ഇന്ന് ഡിസംബർ 2 മുതൽ വീണ്ടും കന്യാകുമാരി വരെ പോയി തുടങ്ങുന്നു. നിലവിൽ ഇറങ്ങിയ ഓർഡർ പ്രകാരം 6 മാസത്തേക്കാണ് ഈ മാറ്റം. പക്ഷേ ഇത് പെർമനൻ്റ് ആവുമെന്ന് വിചാരിക്കാം. കാരണം നാഗർകോവിലിൽ 5 പ്ലാറ്റ്ഫോം ആയി എന്ന് പറഞ്ഞാലും ഈ വണ്ടി നാഗർകോവിലിൽ കിടക്കുന്നത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അത് കന്യാകുമാരിയിലാകുമ്പോൾ 6 പ്ലാറ്റ്ഫോം ആവശ്യത്തിനുണ്ട്. യാർഡ് ഡബ്ലിങ്ങിൻ്റെ ഭാഗമായ ട്രാക്ക് ഇവിടെ നിന്നാണ് നിലവിലിട്ടിരിക്കുന്നത്.
അപ്പോൾ പാറശാലയിൽ നിന്ന് ആരംഭിച്ച നമ്മുടെ പുനലൂർ കന്യാകുമാരി വണ്ടിയുടെ യാത്ര കന്യാകുമാരി സ്റ്റേഷനിൽ അവസാനിക്കുകയാണ്. നമുക്കിതിൻ്റെ ഫോട്ടോ ഒന്നെടുക്കണം. പിന്നെ നമ്മുടെ ഇന്ന് പുനലൂർ പോകുന്ന വണ്ടി ഇവിടെ കന്യാകുമാരിയിൽ കാണും. അപ്പോൾ ആ വണ്ടിയുടെയും കൂടെ ഫോട്ടോ എടുത്തിട്ട് തിരിച്ച് വീട്ടിൽ പോകണം. നമ്മുടെ പുനലൂർക്ക് പോകുന്ന വണ്ടി ഇതോ അപ്പുറത്ത് പ്ലാറ്റ്ഫോമിൽ കിടപ്പുണ്ട്. ഈ കാണുന്നതല്ല, ഇതിൻ്റെ അപ്പുറത്ത് കാണുന്ന പച്ച ലോക്കമുള്ള വണ്ടിയാണ് നമ്മുടെ വൈകിട്ട് പുനലൂർക്ക് പോകേണ്ട വണ്ടി. അപ്പോൾ ഇത് ഗൂട്ടി വാഗണനുമായിട്ട് ഇന്ന് പുനലൂർക്ക് ഉച്ചയ്ക്ക് പോകേണ്ട വണ്ടി. 4ാമത്തെ പ്ലാറ്റ്ഫോമിലും നമ്മുടെ പുനലൂരിൽ നിന്ന് വന്ന വണ്ടി ഇവിടെ 2ാമത്തെ പ്ലാറ്റ്ഫോമിലും എത്തിയിട്ടുണ്ട്. കന്യാകുമാരിയിൽ നിന്ന് പോണ്ടിച്ചേരിക്ക് പോകുന്ന വണ്ടിയാണ് ഈ കിടക്കുന്നത്. കന്യാകുമാരി പോണ്ടിച്ചേരി വണ്ടിയാണ്. വില്ലുപുരം പിന്നെ കന്യാകുമാരി പോണ്ടിച്ചേരി അങ്ങനെ റൈഡ് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഇത് ഉച്ചയ്ക്ക് 2:15 അടുപ്പിച്ചാണ്. ഉച്ച കഴിഞ്ഞിട്ടാണ് ഈ വണ്ടി കന്യാകുമാരിയിൽ നിന്ന് നാഗർകോവിലിൽ പോകുന്നത്. നാഗർകോവിൽ വഴി തിരുനെൽവേലി, മധുര, പോണ്ടിച്ചേരി. നമ്മുടെ പുനലൂർ വണ്ടികൾ 2 അവിടെ കിടപ്പുണ്ട്. പുനലൂരിൽ നിന്ന് വന്നതും പുനലൂരിന് പോകേണ്ടതും. അപ്പോൾ നമ്മൾ പാറശാലയിൽ നിന്ന് തുടങ്ങിയ നമ്മുടെ യാത്ര കന്യാകുമാരി സ്റ്റേഷനിലെത്തി. അങ്ങ് ദൂരെയായിട്ട് 6ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നത് നാഗർകോവിൽ താമ്പരം സ്പെഷ്യലാണ്. നാഗർകോവിൽ താമ്പരം വണ്ടിയാണ് അവിടെ കിടക്കുന്നത്. ഈ കാണുന്നത് കന്യാകുമാരി പോണ്ടിച്ചേരി. പിന്നെ ആ G9 ലോക്കോ വെച്ച് കിടക്കുന്നത് ഇന്നത്തെ പുനലൂർക്ക് പോകുന്ന വണ്ടിയാണ്. അതായത് കന്യാകുമാരിയിൽ നിന്ന് പുനലൂർ പോകുന്ന വണ്ടി. ഇവിടെ നമ്മൾ വന്ന വണ്ടി പുനലൂരിൽ നിന്ന് കന്യാകുമാരിക്ക് വന്ന വണ്ടിയാണ്. അത് തിരിച്ച് വൈകിട്ടല്ല, ഏകദേശം 6 മണിയൊക്കെ അടുപ്പിച്ച് കന്യാകുമാരിയിൽ നിന്ന് തിരുനെൽവേലിക്ക് പോകും. ഈ 2 റേക്കുകളും മെയിൻ്റനൻസ് നടത്തുന്നത് നമ്മുടെ തിരുനെൽവേലിയിലാണ്. തിരുനെൽവേലി മധുര ഡിവിഷൻ്റെ വണ്ടിയാണ് ഈ 2 റേക്കുകളും. അപ്പോൾ മെയിൻ്റനൻസ് നടത്തുന്നത് അവരുടെ അവിടെ വെച്ചാണ്. സോ ഇതാണ് നമ്മൾ ഇന്ന് നടത്തിയ യാത്ര. ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ആൻഡ് ബൈ.